വടക്കാഞ്ചേരി അപകടത്തെ തുടർന്നാണ് സംസ്ഥാനത്തെ കളർഫുള്ളായി ഓടിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ പെയിൻറ് മാറ്റി ഈ നിറത്തിലുള്ള വെള്ള പെയിൻ്റ് അടിക്കാൻ മന്ത്രി ആന്റണി രാജു അന്ന് നിർദ്ദേശം നൽകിയത്. അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ് ഉടമകൾ ഈ ബസ്സിൻ്റെ നിറം മാറ്റി ഈ നിറത്തിലാക്കി. അതായത് കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ പോകുന്ന രീതിയിൽ യൂണിഫോം ധരിക്കുന്ന രീതിയിലുള്ള നിറത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ ബസ്സുകൾ ഓടുന്നത്. ഏതായാലും മന്ത്രി മാറിയിരിക്കുന്നു, പുതിയ മന്ത്രി എത്തിയിരിക്കുന്നു. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ ബസ്സുകളുടെ നിറം മാറ്റാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു, യോഗങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഭൂരിഭാഗം ബസ് ഉടമകളും ഈ നിറം മാറ്റത്തോട് യോജിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും വെള്ള നിറം മാറ്റി കളറിലേക്ക് മടങ്ങാൻ ഈ ബസ് ഉടമകൾ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് ചേട്ടാ നിങ്ങൾ പെയിന്റ് മാറ്റാൻ മടിക്കുന്നത്? ഇനിയിപ്പോൾ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന സംഭവമാണ് ഈ പെയിന്റ് അടിക്കുക. ഈ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഇനി പെയിന്റ് അടിക്കാൻ വേണം. നിലവിൽ ഒരുപാട് കഴിഞ്ഞ സർക്കാർ ഓർഡർ ഇട്ട പ്രകാരം എല്ലാ വണ്ടികളും കളറാക്കിയിട്ടുണ്ടായിരുന്നു. 2022 ഡിസംബറിന് 31 മുന്നേ ഉള്ള എല്ലാം വൈറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ബാധ്യത തലകയറ്റിയിട്ടാണ് വൈറ്റ് അടിച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ട് ഓടാൻ തുടങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കളറിലേക്ക് പോകാൻ വെച്ചാൽ ഇപ്പോൾ 3-ാം തീയതി നടക്കുന്ന STA മീറ്റിങ്ങിൽ കളർ കോഡ് അജണ്ട വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയുള്ള കേരളത്തിൽ വരുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇനി ഒരു പെയിന്റ് അടിക്കാനുള്ള ഒരു പൈസയില്ല. എല്ലാവരും ഇതിൽ യോജിച്ചു പോയി. ഇപ്പോൾ നിലവിൽ മത്സരങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏതാനും ചില ന്യൂനപക്ഷ കുറച്ച് ആളുകൾ കളറിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഉടമകൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? അവരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് അവർക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല. അതായത് ഈ വ്യവസായത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടാന്നുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഏറെക്കുറെ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. കുറേ ഓണർ കം ഡ്രൈവർമാരാണ് ഇപ്പോൾ ഈ ഫീൽഡിലുള്ളത്. അതായത് പൈസ ഉള്ളവന് ഈ കളറിലേക്കൊക്കെ പോകുമ്പോൾ ഇല്ലാത്തവന് ഇവിടെ ഓട്ടമൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പല ഇതിലേക്കും പോകും. ആത്മഹത്യയിലേക്ക് പോവും, മറ്റേ മത്സരങ്ങളിലേക്ക് പോവും. ഇനി അപകടങ്ങളൊക്കെ വർദ്ധിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ എന്താ വെച്ചാൽ ഈ വൈറ്റ് കളറിനോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ലൈന് മാറ്റിയിട്ട് സാധാരണ എല്ലാവരും വൈറ്റ് കളറിലേക്കാണ് 90% ഓണർമാരും ബില്ലിംഗ് ആണ്. നമ്മൾ പ്യൂർ വൈറ്റ് ലൈൻ ഇല്ലാതെ പ്യൂർ വൈറ്റ് വേറെ ഏതെങ്കിലും ലൈൻ ഇങ്ങനെ ഒരു ബെൽറ്റ് കെട്ടാത്ത രീതിയിലുള്ള ഒരു കളറിലേക്ക് പോകാനാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യം. നമ്മൾ ഒരുപാട് ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് ഒരു അഭിപ്രായത്തിലാണ് വന്നിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ചർച്ച നടക്കുന്നുണ്ട്. ഈ കളർ മാറ്റുന്ന അനുകൂലിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. കാരണം ഈ ബസ്സുകളെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാകും. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ തന്നെ ടൂർ പോകുന്ന സമയത്ത് ഈ കളർഫുൾ ആണെങ്കിൽ കുറച്ച് അവർക്ക് എനർജി ഉണ്ടാവും ടൂർ പോകാൻ വേണ്ടി. അതൊരു കാരണമാണ്. അപ്പം അങ്ങനെ നിറം മാറ്റി കഴിഞ്ഞാൽ ഈ ബസ്സുകൾ തമ്മിൽ മത്സരം കൂടുമെന്നാണോ പറയുന്നത്? മത്സരം കൂടും, കിടമത്സരം വരും. ചില ആളുകൾക്ക് മത്സരിച്ച് അവിടെ എത്താൻ കഴിയില്ല. അപ്പോഴേക്ക് ഈ ഫീൽഡ് വിടേണ്ട ഒക്കെ അവസ്ഥയൊക്കെ വരും. ഈ വെള്ള പെയിന്റ് അടിച്ച ശേഷം ഉയർന്ന വലിയ വിമർശനമാണ് ഏതെങ്കിലും ബസ് അപകടത്തിൽപ്പെട്ടാൽ അത് വെള്ള പെയിന്റ് അടിക്കാത്തത് കൊണ്ടാണ് അപകടത്തിൽ. KSRTC അപകടത്തിൽപ്പെട്ടാൽ അങ്ങനെ സോഷ്യൽ മീഡിയ കമന്റ് വരാറുണ്ട്. ഈ വെള്ള പെയിന്റ് അടിച്ചതുകൊണ്ട് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? മൊത്തത്തിൽ അപകടങ്ങൾ പൊതുവേ ടൂറിസ്റ്റ് വണ്ടിയാണ് കുറവാണ്. ഇടയ്ക്ക് നമ്മളെ ചില സംഭവങ്ങൾ എല്ലാ ഇതിലും ഉണ്ടല്ലോ. അപ്പോൾ ചില അശ്രദ്ധകളോട് വടക്കാഞ്ചേരി അപകടമാണല്ലോ ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായത് പെയിന്റ് മാറ്റാൻ. അതിനുശേഷം ഈ അപകടങ്ങളുടെ നിരക്ക് കുറഞ്ഞത് നിങ്ങൾ ബസ് ഉടമ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുന്നതാണ്. അപകടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും വരുത്തി വെക്കണമില്ല, എപ്പോഴും ഉണ്ടാവണം. പക്ഷേ അതൊരു അടിസ്ഥാനമാക്കിയെടുത്ത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാലോ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞാണല്ലോ ഒരു വെള്ളമടിച്ചാൽ അപകടം കുറയുമോ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും നിലവിൽ ഒരു ഒരേ ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഉദാഹരണം ഒരു സ്കൂൾ ടൂർ പോവുകയാണെങ്കിൽ 4 വണ്ടി വൈറ്റ് പോകുമ്പോൾ ഒരേ ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതല്ല അതിൻ്റെ ഒരു കളർ വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ പറയുക ഇനി കളറുള്ള വണ്ടി മതി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ആലോചിച്ചാൽ തന്നെ പിടുത്തം കിട്ടണതാണ്. ഏതായാലും ബസ് ഉടമകളുടെ നിലപാട് ഇതാണ്. ഈ അടിക്കടി മന്ത്രി മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആളുകൾ പറയുന്നതിനനുസരിച്ച് നിറം മാറ്റണ്ട. കാരണം മത്സരോട്ടം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പെയിൻറ് മാറ്റുന്നത് അതിലുപരി ഈ മത്സരോട്ടത്തെക്കാൾ അവരുടെ പോക്കറ്റ് ചോർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം 1.5 ലക്ഷം കൊടുത്താണ് ഈ പെയിൻറ് മാറ്റിയത്. ഇനി നിറത്തിലേക്ക് മാറണമെങ്കിൽ കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് വരാനിരിക്കുന്ന തീരുമാനം കണ്ടറിയാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇനി റിപ്പോർട്ടർ.